ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോ ക്ലാസ്സിൽ വന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടോ? നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വ്യത്യാസം കേട്ടോ, എനിക്ക് പറയാനാണ് മെയിൻ വന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമുക്ക് ടെൻസിന്ന് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഇല്ല കേട്ടോ, അതിൽ നിന്ന് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ക്ലിയർ? ആൻഡ് ദെൻ നമുക്ക് പ്രോണൗൺ ഇല്ലേ, നൗൺ ആൻഡ് പ്രോണൗൺ ചാപ്റ്റർ. ഓക്കെ, അതില് അതിൽ നിന്ന് നൗൺ പ്രോണൗൺ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലിപ്പോ കറക്റ്റ് പറയുകയാണെങ്കിൽ പ്രോണൗൺ ആണ് കേട്ടോ. പ്രോണൗണിന് എല്ലാ പ്രോണൗണും പഠിച്ചു വെക്കാം. സോ പ്രോണൗണിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, പ്രോണൗണിന് ക്വസ്റ്റ്യൻ ഉണ്ട്. എംഫാറ്റിക്, റിഫ്ലെക്സീവ്, ഇൻഡിഫിനൈറ്റ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ഇതെല്ലാം ഇതിനൊക്കെ ഒന്ന് കീവേഡ്സ് ഒക്കെ നോക്കിയിട്ട് വെക്കാം. ഓക്കെ, ക്ലിയർ? പറയുന്നൊന്നും മറക്കരുത്, കീവേഡ്സ് നോക്കിയിട്ട് വെക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഈ പ്രോണൗണിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു, റിലേറ്റീവ് പ്രോണൗൺ കുറച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ പ്രോണൗൺ നന്നായിട്ട് നോക്കാം. ഇതിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ? അപ്പം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചാപ്റ്റർ, അതായത് പ്രോണൗൺ നന്നായിട്ട് നോക്കി വെക്കുക. പിന്നെ ഏതാണ് ഞാൻ പറഞ്ഞു, നമ്മൾ ടെൻസിന് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ടെൻസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ, ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് വേർബ് ഒക്കെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ എക്സാമ്പിള് ടെക്സ്റ്റ് ചെയ്യാവേ. ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയേ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കേട്ടോ. ഡാഷ് ഫുട്ബോൾ എന്തായിരിക്കും ആൻസർ വരാം? പ്ലേയിങ് ആണ് അല്ലെ. ആർ എന്ന് പറയുമ്പോ നമുക്ക് ഓക്സിലറി ഉണ്ട്. സോ ഇവിടെ പ്ലേയിങ് ആണ് വരാം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരാം കേട്ടോ. നിങ്ങൾ ടെൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിനുശേഷം മാത്രം വേർബ് എഴുതാം. ഓക്കെ, ക്ലിയർ? പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ ആഡ്വേർബ് ഉണ്ടല്ലോ അല്ലെ, ആഡ്വേർബ്, അതിൽ നിന്ന് കേട്ടോ. ആഡ്വേർബിൽ നിന്നാണ് വരാം. അറിയാലോ, വേർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്ത്, ആഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആഡ്വേർബ് എന്താണെന്ന് അറിയാം എല്ലാവർക്കും. അപ്പൊ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, നമുക്ക് മോക്ക് ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അണ്ടർലൈൻ ചെയ്ത പോർഷൻ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് നോക്കണമെന്നില്ല. ഓക്കെ, കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന് പറഞ്ഞനുസരിച്ച് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. കാരണം നിങ്ങൾ അത്രത്തോളം നോക്കിപ്പോയി, എന്നിട്ടും മിസ് അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചിലപ്പോൾ പറയും. അതുകൊണ്ടാണ് ഞാൻ വേഗം. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻസ് നോക്കാം. പ്രോണൗൺസ് നോക്കാം. റിഫ്ലെക്സീവ്, റിലേറ്റീവ് പ്രോണൗൺ, എംപാറ്റിക് പ്രോണൗൺ എന്നൊക്കെ പറയുന്ന പ്രോണൗൺസ് നോക്കാം. ദെൻ പിന്നെ ഏതാണ് വേർബിലാണ് ഞാൻ പറഞ്ഞ ഈ എക്സാമ്പിള്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ദെൻ പിന്നെ ആഡ്വേർബിൽ നിന്നാണ് വരാം. ആഡ്വേർബ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യുക. ബ്യൂട്ടിഫുള്ളി, ക്വിക്ലി എന്നൊക്കെ പറയുന്ന കുറച്ച് വേർഡ്സ് ആണല്ലേ, അതൊക്കെയാണ് എന്ത്, ആഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വയറ്റ്ലി എന്നൊക്കെ പറയുന്ന എൽബൈ ചേർത്ത് വരുന്ന വേർഡ്സ്. അങ്ങനെ പഠിക്കണ്ട, എന്നാൽ വേർബിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡ്സ് ആണ് എന്ത്, ആഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോ 10 ക്വസ്റ്റ്യൻസ് ആണ് വരാം കേട്ടോ. ഇംഗ്ലീഷിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് വരാം. ടെൻഷൻ ഒന്നുമില്ലാതെ കൂളായിട്ട് അത് അറ്റൻഡ് ചെയ്യും കേട്ടോ. ശരിയാവുന്നില്ല.
ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? മ്യൂട്ടല്ലല്ലോ, ഇതൊക്കെ സംസാരിക്കാതെ എന്താണ് എന്തേറ്റി പറയൂ. ഇപ്പൊ ഈ ടെൻസിന്ന് ക്വസ്റ്റ്യൻ വരുന്നതേ, ഇപ്പൊ ഏതെങ്കിലും ഒരു സെന്റൻസ് തന്നിട്ട് ഏത് ടെൻസ് ആണെന്ന് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെയാണ്. തന്നിട്ട് മനസ്സിലായില്ല. ഒരു സെന്റൻസ് തന്നിട്ടേ അത് ഏത് ടെൻസിൽ വരുന്നതാണ് അങ്ങനെ വല്ലതും ചോദിക്കുമോ? അങ്ങനെയല്ല, ഞാനിപ്പോ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ടെക്സ്റ്റ് ചെയ്തില്ലേ, ആ മോഡലായിട്ടില്ല. ഞാൻ കൊച്ചിന് എക്സാം വേണ്ടി വിളിക്കാൻ പോയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തൊന്നും കണ്ടിട്ടില്ല. ടെക്സ്റ്റ് ചെയ്തൊന്നും കണ്ടിട്ടില്ല? കേൾക്കുന്നേ ഉള്ളൂ, കാണുന്നില്ല. വെയില് കാണുന്നില്ല. ഇന്നത്തെ കണ്ടോ? ഇപ്പോഴത്തെ കാര്യ പറഞ്ഞ. ഇപ്പൊ ഞാൻ റോഡിൽ നടന്നു വരുമായിരുന്നു, അതുകൊണ്ട് മാം ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല, കേൾക്കുന്നൊക്കെ ഉള്ളു പറയുന്നത്. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ, ഞാൻ ചോദിച്ചത് ആർ ഡാഷ് ഫുട്ബോൾ. ഓക്കെ, ആർ ഡാഷ് ഫുട്ബോൾ. അത് ഫില്ല് ചെയ്യാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. അപ്പൊ ആർ ഡാഷ് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് വരും. പ്ലേ, പ്ലേയിങ്, പ്ലേഡ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? പ്ലേയിങ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം കേട്ടോ. അല്ലാതെ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിപ്പിക്കുന്നതും കൺഫ്യൂസിങ് ആക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ പേടിയൊന്നും വേണ്ട. അത് ആ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം. അല്ലാതെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് അയ്യോ അങ്ങനെയാണ് ഇതൊക്കെ കുറെ ടെൻഷൻ അടിച്ച് നോക്കണ്ട. അതായത് സിമ്പിൾ ആയിരിക്കും. കാരണം ടെൻഷൻ അടിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് ടെൻഷൻ വേണ്ട എന്നാ ഞാൻ പറഞ്ഞത്. ടെൻഷൻ വേണ്ട, കൂളായിട്ടിരിക്കും. എല്ലാം സിമ്പിൾ ആണ്, നന്നായിട്ട് വായിച്ചിട്ട് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഞാനിപ്പോ പറഞ്ഞ എല്ലാ പോയിന്റും നോക്കി വെക്കാം. ഓക്കെ, അതിന് മാത്രമേ വരുള്ളൂ. അല്ലാതെ ഞാൻ എല്ലാം പഠിക്കാൻ പറയുന്നില്ല. 8 ചാപ്റ്റർ ഉണ്ട്, പക്ഷെ 8 ചാപ്റ്റർ പഠിക്കാൻ ഞാൻ പറയുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇത്രയും പോർഷൻസിൽ നിന്നാണ്. അത് നന്നായിട്ട് നോക്കുക. മിസ് ഏതൊക്കെയാണ് പ്രോനൗൺസ്? പിന്നെ പ്രൊനൗൺസ്, ടെൻസിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ദെൻ ആഡ്വേർബ് ആണ്. ഓക്കെ, ക്ലിയർ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. നാളെ എക്സാം ആണ്. ഓക്കെ, ആഡ്വർബ് എന്ന് പറയുമ്പോൾ ആഡ്വർബ് ഫ്രേസ്, ക്ലോസ് ഇതെല്ലാം ഉൾപ്പെടുമല്ലോ. ഫ്രേസ് ക്ലോസ് ചാൻസ് കുറവാ. ഓക്കെ, ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ക്വസ്റ്റ്യൻ പറഞ്ഞ് ഇരട്ടി വരും. അല്ല, ക്വസ്റ്റ്യൻ വേണ്ട. നൗണീനൊന്നും ഇല്ലല്ലോ. മനസ്സിലായല്ലോ? നൗണീന് മാത്രല്ലേ ഉള്ളൂ, നൗണീനില്ലല്ലോ. ഇല്ല. ഇതിലും വേറെ ക്വസ്റ്റ്യൻ പറയാണ്. ഞാൻ ഇതിലും വല്ല ക്വസ്റ്റ്യൻ പറയുന്നതായിരുന്നു. 10 ക്വസ്റ്റ്യൻ ഞാൻ തരട്ടെ എന്നാലേ. എളുപ്പമായിരുന്നു. എന്തോ? അല്ല, സെയിം ക്വസ്റ്റ്യൻ വേണ്ട, അതേപോലെ മാം വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞോ. ഇങ്ങനെ ഇപ്പൊ വേണ്ട. ഞാൻ പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ പറഞ്ഞ പോർഷൻസ് ഒക്കെ നോക്കി വെക്കുക. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. എനിക്ക് ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. പ്രനൗണില് റിലേറ്റീവ് പ്രനൗണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നല്ലേ പറഞ്ഞത്. ഓക്കെ മാം. പ്രൊണൗൺസില് 9 ടൈപ്സ് ഓഫ് പ്രൊണൗൺസ് ഉണ്ട്. ഓക്കെ, അതിൽ പേഴ്സണൽ പ്രൊണൗൺസ് വരാൻ ക്വസ്റ്റ്യൻസ് വരില്ല. പിന്നെ പറഞ്ഞല്ലോ അല്ലെ ഇതൊക്കെയാണ്. പിന്നുള്ളത് റിഫ്ലെക്സീവ് ആണ്, എംഫാറ്റിക്, ഇൻഡിഫിനൈറ്റ്, റിലേറ്റീവ്, കുറച്ച് പ്രൊണൗൺസ് ഉണ്ട് അല്ലെ. അതൊക്കെ നോക്കി വെക്കാം. കീവേഡ്സ് ഒക്കെ നോക്കി വെക്കാം. റിലേറ്റീവ് പ്രൊണൗൺ കുറിച്ചുള്ള കാര്യമായിട്ട് നോക്കാം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് അത് ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നോക്കി വെക്കാം. 10 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും? പിന്നെ ഞാൻ പറഞ്ഞു റേഞ്ച് ഇമ്പോർട്ടന്റ് ആണ്. റേഞ്ച് എടുത്ത് പോയിരിക്കുക. ഓക്കെ, അധികം ടെൻഷൻ ഒന്നും അടിക്കാതെ കൂളായിട്ട് അറ്റൻഡ് ചെയ്യാം. സ്പീഡില് എക്സാം അറ്റൻഡ് ചെയ്യണം നിർബന്ധമില്ല. സ്ലോലി ടൈം എടുത്ത്, മാക്സിമം ടൈം എടുത്തൊക്കെ ചെയ്യാം. ഇനിയും പെട്ടെന്ന് എക്സാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് സബ്മിറ്റ് ചെയ്യണ്ട.
നന്നായിട്ട് റിമൈൻഡ് ചെയ്യുക. ഫസ്റ്റ് വായിച്ചു നോക്കുക, ആൻസർ കറക്റ്റ് ആണോ, എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടോ, നിങ്ങൾ ക്ലിക്ക് ചെയ്ത ആൻസർ തന്നെയാണോ അവിടെ വന്നിരിക്കുന്നത്, ഇതെല്ലാം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക, മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ക്ലിയർ? പിന്നീട് നിങ്ങൾ അയ്യോ ഞാൻ ആ ആൻസർ ആണ് പറഞ്ഞത്, ഈ ആൻസർ ആണെന്ന് പറഞ്ഞ് പിന്നീട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത് നന്നായിട്ട് റീചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ കയ്യിലല്ല, ഇതെല്ലാം ഓൺലൈൻ ആണ് അല്ലെ. അപ്പോ റേഞ്ച് കാരണം പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഉദാഹരണം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. അല്ലാതെ എക്സാം കഴിഞ്ഞു എന്നാൽ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാന്നൊന്നും ചിന്തിക്കേണ്ട. ഓക്കെ, ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം ഒക്കെ വായിച്ചു നോക്കാം. കാരണം പിന്നീട് വായിക്കുമ്പോഴേക്കും നിങ്ങൾ ആൻസർ ചെയ്തത് ചിലപ്പോൾ തെറ്റായിട്ടൊക്കെ തോന്നാം അല്ലെ. എക്സാമിന്റെ ആ ഒരു ടൈം ആണ് കേട്ടോ. അല്ലാതെ നിങ്ങളിപ്പോ ഒരു മണിക്കൂറാണ് എക്സാം, ആ ടൈമിൽ നമ്മുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങളാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് വരുന്നത്. അല്ലാതെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നല്ല അതിനർത്ഥം. അതാദ്യം മനസ്സിലാക്കാം. ക്ലിയർ? 1 അവറിന്റെ ഉള്ളില് സബ്മിറ്റ് ചെയ്യണം അല്ലേ? 1 അവറിൽ സബ്മിറ്റ് ചെയ്യണം. ഇപ്പൊ അരമണിക്കൂർ എടുത്തോളൂ, ഹാഫ് ആൻ അവർ കൊണ്ട് എക്സാം കഴിഞ്ഞു. അതും പറഞ്ഞ് നിങ്ങൾ വേഗം സബ്മിറ്റ് ചെയ്യണ്ട. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം, ഒന്ന് ടൈം എടുത്ത് സബ്മിറ്റ് ചെയ്യുക. ചിലപ്പോ സബ്മിഷൻ വന്ന് ചിലപ്പോ ആയിന്ന് വരില്ല, അറിയാലോ റേഞ്ച് ആണ് പ്രശ്നം. അപ്പൊ സബ്മിഷൻ ആയിന്ന് വരില്ല. അപ്പൊ കുറച്ചുകൂടി ഒന്നുകൂടെ ചിലപ്പോ ഒന്നുകൂടെ ഒക്കെ ചെയ്യേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ നോക്കുക, കാരണം നിങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കുറെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്ത് ഇഷ്യൂസ് എന്തെങ്കിലും നിങ്ങൾ അവിടെ ആരാണോ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അവരോട് ചോദിക്കാവുന്ന ഡൗട്ട്സ് ആണെങ്കിൽ ചോദിക്കുക, അതിനുശേഷം ക്ലിയർ ചെയ്യാം. ഓക്കെ, ഓക്കെ ആണല്ലോ? മേഡം, ഇത് നമ്മള് ഇപ്പൊ ചെയ്യുമ്പോൾ തന്നെ സ്കോർ അപ്പൊ തന്നെ കാണിക്കുവോ? അങ്ങനെയാണോ? സ്കോർ അപ്പൊ തന്നെ കാണിക്കാൻ അങ്ങനെ കാണിക്കില്ലല്ലോ. അതപ്പോ നമ്മള് അതില് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ സാധാരണ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോ നമ്മള് വ്യൂ സ്കോർ നോക്കുമല്ലോ, അപ്പോഴാണല്ലോ നമ്മൾക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇത് എങ്ങനെയാവും അപ്പൊ മനസ്സിലാവുക? സബ്മിറ്റ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ആൻസർ നിങ്ങൾ മാർക്ക് എത്രയാണെന്ന് അറിയില്ല, പിന്നെ റിസൾട്ട് വരും, അപ്പോഴേ അറിയുള്ളൂ കേട്ടോ. മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണ്, മോക്ക് ടെസ്റ്റിൽ എങ്ങനെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അതേപോലെ തന്നെയാണ്, പക്ഷെ മാർക്ക് അറിയാതെ മാം. മോക്ക് ടെസ്റ്റ് പോലെ എങ്ങനെ അപ്പൊ വീഡിയോ ഓൺ ചെയ്യുന്ന എങ്ങനെ, ക്യാമറ ഓൺ ചെയ്യുന്ന എങ്ങനെ മാം? ക്യാമറ ഓൺ ചെയ്യണതോ? ഓൺ ചെയ്യണ്ടേ ക്യാമറ? ക്യാമറ ഓൺ ചെയ്യണം. അത് മോക്ക് ടെസ്റ്റ് പോലെ തരുന്നതെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവോ? ഇതൊക്കെ ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ, ക്യാമറ ഓൺ ചെയ്യണം. അത് നിങ്ങൾക്ക് എക്സാം ഹോളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എക്സാമിനേറ്റർ ഉണ്ടാവുമല്ലോ, ആൾ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഒക്കെ തരും കേട്ടോ. അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. പിന്നെ മ്യൂട്ട് ചെയ്യുക, അതിൽ അത്യാവശ്യം മാത്രം അഡ്മിറ്റ് ചോദിക്കുക, അതിനുശേഷം മ്യൂട്ട് ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അവരോട് ചോദിക്കുക, അവരത് ഹാൻഡിൽ ചെയ്യും. അത് ക്ലിയർ ആയതിനു ശേഷം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ആയില്ല, എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അവരോട് തന്നെ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, മാക്സിമം ഒരു 15 മിനിറ്റ്സ് നിങ്ങൾക്ക് 15 മിനിറ്റ്സിന് മുന്നേ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം മാക്സിമം. കാരണം എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്ക് എക്സാം ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാകും. അതുകൊണ്ട് ഒരു ടൈം അവസാനിക്കുന്നവരെയും കാത്തിരിക്കണ്ട, സബ്മിറ്റ് ചെയ്യാൻ. മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എക്സാം രണ്ടാമത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ സമയം ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് മാക്സിമം ഇത്രയും ടൈം എടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. കാരണം എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, കറക്റ്റ് ഒരു ടൈം ആകാൻ വേണ്ടി കാത്തിക്കും. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സബ്മിഷൻ വന്നില്ലെന്നോ എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ ടൈം ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ ഇത്രയും ലാസ്റ്റ് ടൈം വരെ നിൽക്കണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ? റൂമിൽ തന്നെയാണോ എക്സാം ഉണ്ടാവുക അതോ ഗൂഗിൾ ഫോമിലാ? അയ്യോ, അത് നിങ്ങൾക്ക് ലിങ്ക് അവർ അയച്ചു തരും കേട്ടോ. എനിക്കറിയില്ല, ടീമാണ് ത്രൂ ആണ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി ചാപ്റ്റർ വൈസ് ഇനി ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇല്ല മാം. അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഞാൻ ടോപ്പിക്സ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, തന്നിരുന്നോ? പ്രിപ്പയർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വെനസ്ഡേ ആണ്, തേഴ്സ്ഡേ ആണ്. സോ പ്രിപ്പയർ ചെയ്തിട്ട് വരും.
മാക്സിമം പ്രിപ്പയർ ചെയ്യൂ. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? ടൈം ഉണ്ടല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ? ശരിക്കാനോ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? സബ്ജക്ട് വൈസ് എന്തെങ്കിലും ഉണ്ടോ? റിലേറ്റീവ് പ്രോണൗൺ ക്വസ്റ്റ്യൻ വരുന്നത് ഫില്ലിംഗ് ബ്ലാങ്ക്സ് ആയിക്കോട്ടെ. എല്ലാം ഫില്ല് ചെയ്യാം, ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാം. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാരും ആക്റ്റീവ് വോയിസും പാസീവ് വോയിസ് ആയിരുന്നു നന്നായിട്ട് പഠിച്ചത്. അതൊന്നും നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. ഓക്കെ, ഇതും സിമ്പിൾ ആണ്. അതിന്റെ question മോക്ക് ആക്റ്റീവേഴ്സിന്റെ ഒക്കെ മോക്ക് ടെസ്റ്റ് നന്നായിരുന്നു മാം. അത് നല്ല രസമുണ്ടായിരുന്നു. അത് നല്ല രസം എന്ന് പറയാൻ നിങ്ങൾ നന്നായിട്ട് ഇത് പഠിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ക്ലാസ് എടുത്താൽ പോലും നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് പഠിക്കില്ല. അത് നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും എഫേർട്ട് നിങ്ങൾ അത് പഠിച്ചത്. നിങ്ങൾ ഇനി ഒരിക്കലും അത് മറക്കുകയുമില്ല. മനസ്സിലായോ? അത് ശരിയാണ് മാം. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കും. നമ്മൾ കേട്ടിരിക്കുന്ന നമ്മൾ ഇൻട്രസ്റ്റ് എടുത്ത് അത് നോക്കും. എക്സ്ട്രാ പോയിന്റ്സ് ആണെങ്കിലും അതാണ് നമ്മൾ നമുക്ക് സ്വയം മനസ്സിലാവുന്ന നമ്മൾക്ക് വേണ്ടി രീതിയിൽ പഠിക്കും. പഠിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി പഠിക്കുന്നതും രണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാണ്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ നല്ലത് നിങ്ങൾക്ക്, അല്ലെ? നിങ്ങൾക്ക് പഠിക്കാമല്ലോ, ഞാൻ ക്ലാസ് എടുക്കണ്ടല്ലോ. ഓക്കെ അല്ലേ? നിങ്ങൾ ക്ലാസ് എടുക്കൂലേ? അങ്ങനെയല്ല മാം ഉദ്ദേശിച്ചത്. ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എടുത്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഓക്കെയാണ്. അപ്പൊ നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾ ആയിരുന്നു അല്ലേ? ആർട്ടിക്കിൾ യെസ് മാം. ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയാം. സൈൻ ഔട്ട് പറഞ്ഞോ നിങ്ങള്? സൈൻ ഔട്ട് ഒന്നും ഇല്ലല്ലോ, 2 ക്ലാസ് ആണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു മാം. എന്തോ കഴിഞ്ഞ മാമിന്റെ അടുത്ത് പ്രയറും കോഴ്സും സൈൻ ഔട്ട് ആയിട്ട് താങ്ക് യു പറഞ്ഞു. താങ്ക് യു എല്ലാം പറഞ്ഞു. എന്റെ പ്രയർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെന്താ? സമയമുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയൂ. വേറെ എനിക്ക് പോർഷൻസ് നിർത്താനും പറ്റില്ല. നാളെ എക്സാം ആണ്. ഡൗട്ട്സ് ക്ലിയർ ചെയ്തു. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. പോർഷൻസ് ഏതൊക്കെയാണെന്നും പറഞ്ഞു. പിന്നെ എക്സാമിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ പറഞ്ഞു. ഇനി എന്താണ്? ഇപ്പൊ ടേം എക്സാം ആണ്. ഇതിന് മാർക്ക് നമ്മൾ മെയിൻ എക്സാമിൽ ഒന്നും കൺസിഡർ ചെയ്യില്ല കേട്ടോ. അപ്പൊ അതിന്റെ ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ, നമുക്ക് എപ്പോഴും എക്സാം അല്ല നമ്മുടെ ബേസ് ലെവൽ ഇത് പറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കാം. ഒരു 1 hour കൊണ്ട് ഉള്ള എന്താണ് 1 hourൽ വരുന്ന ഒരു റിസൾട്ട് ആണ് എക്സാം റിസൾട്ട് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഇത്രയും നാളെ പഠിച്ചതിന്റെ റിസൾട്ട് അല്ല. ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ അയ്യോ എനിക്ക് അറിയാമായിരുന്നു, ഞാൻ ഇത്രയും പഠിച്ചതാണ് ഒന്നും പറയണ്ട. അതായത് നിങ്ങൾ എല്ലാവരും ഓൾറെഡി പഠിക്കും എന്നറിയാതൊക്കെ എല്ലാം അറിയും, എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഓമ്പളി എക്സാം അല്ല, എക്സ്പീരിയൻസ് ആയിട്ട് എടുത്താൽ മതി പറയാ. എക്സ്പീരിയൻസ് ആണ്. കാരണം എല്ലാവർക്കും മാർക്ക് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് തോന്നുന്ന കാര്യമാണ്. അത് മാർക്കിലല്ല കാര്യം. നിങ്ങൾ ഓൾറെഡി എല്ലാം പഠിക്കുന്നുണ്ട് കോഴ്സിലൂടെ അല്ലെ? സബ്ജക്ട് വൈസ് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിലാണെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്കുള്ള അച്ചീവ്മെന്റ്സ്. അല്ലാതെ മാർക്ക് അല്ല കേട്ടോ. മാർക്ക് ജസ്റ്റ് നമുക്ക് സർട്ടിഫിക്കറ്റ് കാണാമല്ലോ അല്ലെ? അതിന്റെ ജസ്റ്റ് ഒരു പ്രോസസ്സ് മാത്രമാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് മാർക്ക് കുറഞ്ഞാലും കൂടിയാലും നോ ടെൻഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് റിലാക്സ് ചെയ്ത് കൂളായിട്ട് അറ്റൻഡ് ചെയ്യും. ജസ്റ്റ് ഒരു മോഡലാണ്, ഒരു മോഡൽ എക്സാം ആണെന്ന് മനസ്സിലാക്കാം. മെയിൻ എക്സാമിന് മുൻപായിട്ടുള്ള ഒരു മോഡൽ എക്സാം ആണ്. ഇത് ടേം 1 ആണ്. ഇത് ടേം 2 ഉണ്ട്. അതിനുശേഷം എനിക്ക് മെയിൻ എക്സാം വരാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ചെയ്യാം നമുക്ക്. സോ ലെറ്റ്സ് ഫൈൻഡ് ദ ബേസ് ക്ലാസ്. ഓക്കെ, താങ്ക് യു. Thank you all. See you on next class. Thank you, ma'am. Bye. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം.